ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പം ഏകദേശം നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് തന്നെ ആവാറായിട്ടുണ്ട്. മക്കളുടെ സ്കൂളിലെ എക്സാമും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു ബുഹാരി റൈസിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിഷസൊക്കെ തന്നെയും മുമ്പേ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്കും നമ്മുടെ വിശേഷങ്ങളിലേക്കും പോവാം. ഇപ്പോൾ ഏകദേശം സമയം ഈവനിങ് 3:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് നാട്ടിലേക്കുള്ള കോൾസും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ച് വെക്കും. കാരണം പിന്നെ നമ്മൾ ഇവിടെ മരിബ് വാങ്ങിക്കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിവിടെ തിരക്കാവും. അപ്പോഴേക്കും അവരൊക്കെ ഉറങ്ങും ചെയ്യും. അപ്പോൾ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അങ്ങനെ റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ ഡിന്നറിനുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബുഹാരി റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് ബട്ടർ ചിക്കനാണ്. അത് ഒട്ടുമിക്ക ഗസ്റ്റുകൾ വരുമ്പോഴും പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബട്ടർ ചിക്കനും ബട്ടൂറയാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ബട്ടർ ചിക്കനും ബട്ടൂറയും. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ, ബട്ടർ ചിക്കനിലേക്കുള്ളതും അതുപോലെ ബുഹാരി റൈസിലേക്കുള്ള ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് വാർത്ത് വെക്കണം. പിന്നെ അത് നമുക്ക് മസാല പുരട്ടിയൊക്കെ വെക്കണം. അപ്പോൾ ആ ഒരു പണിയാണ് ആദ്യമേ ചെയ്യുക. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ആയിരിക്കും. അതായത് ഒട്ടും തന്നെ എല്ല് കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചിക്കനിൽ ഏറ്റവും വലിയ പീസസ് ഒക്കെ ഉള്ളത് നമ്മുടെ ബുഹാരി റൈസിലേക്കും അതുപോലെ കുഞ്ഞതായിട്ടുള്ള എല്ല് കഷ്ണങ്ങളുണ്ടല്ലോ അത് നമ്മുടെ ഗ്രേവിയിലേക്കും ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലേക്കും ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന 2 ഡിഷസിലേക്കും നമ്മുടെ ചിക്കനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ചിക്കനിലേക്കൊക്കെ മസാല പുരട്ടി വെക്കാൻ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ശരിയാക്കി വെക്കുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ ഗ്രേവിയിലേക്കുള്ളതും അതുപോലെ തന്നെ നമ്മുടെ റൈസിലേക്കുള്ളതും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് തൊലി അങ്ങ് കളഞ്ഞ് വെക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് പിന്നെ എളുപ്പമാണ്. നമ്മുടെ ആവശ്യാനുസരണം പെട്ടെന്ന് എടുത്തിട്ട് അരിയോ ചതക്കോ ഒക്കെ ചെയ്താൽ മതി. അത് മാത്രമല്ല നമ്മുടെ ബിരിയാണിയിലേക്കൊന്നും നമ്മൾ തൊലി കളഞ്ഞെടുക്കുന്ന അത്രയും വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇതിനകത്തേക്ക് വേണ്ട. സവാളയും അത്രയൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പം ബിരിയാണിയിലേക്കൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി സവാള നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊക്കെ വരുമല്ലോ. ഇതൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പം ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ബട്ടർ ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ ബുഹാരി റൈസ് ആണെങ്കിലും. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി ഇതിനൊക്കെ പുറമെ ക്യാരറ്റ് കൂടെ വേണം കേട്ടോ. ക്യാരറ്റ് നമ്മുടെ ബുഹാരി റൈസിലേക്കാണ് നമ്മുടെ ആ ഒരു റൈസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് കൂടെ ചേർക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അവിടെ അങ്ങനെ വൃത്തികേടായി കിടക്കുകയായിരിക്കുമല്ലോ എല്ലാം കൂടെ. അതപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടിടും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം കൂടെ ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രങ്ങൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണത്. എന്തെങ്കിലും ഇതുപോലെ തൊലി കളഞ്ഞിട്ടെടുക്കുക, അങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക, എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടിടും. അത് പിന്നത്തേക്ക് വെക്കൂല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി കിട്ടു. ഇനി ഇത് നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് ഇങ്ങനെ മസാലയിലേക്ക് പുരട്ടി വെക്കാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയൊക്കെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വെക്കുകയാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഈ തയ്യാറാക്കുന്ന മസാല നമ്മുടെ ബട്ടർ ചിക്കനിലേക്കുള്ളതാണ്. ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പേ റെസിപ്പി അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ അത് പറയുന്നില്ല. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ വാർത്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് നമ്മൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിരുന്നാലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗ്രേവി ചെയ്യുമ്പം കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ആ ചിക്കന് നമ്മൾ ഗ്രേവിയിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ബുഹാരി റൈസിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ്. അത് നമ്മൾ സാധാരണ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ടല്ലോ, നമ്മുടെ ഫ്രൈഡ് ബിരിയാണി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറില്ലേ, ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അതായത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് എരിവുള്ളൊരു റൈസ് അല്ല ബുഹാരി റൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 1 മുതൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നല്ല കളറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ നന്നാക്കി പേസ്റ്റാക്കി എടുത്തതും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നാക്കി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമ്മുടെ നാരങ്ങയുടെ നീര് കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മളിപ്പം വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബുഹാരിയിലേക്കുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 1/200 തൂക്കം വരുന്ന ചിക്കനാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുക്കുന്നത് റൈസിലേക്ക്. അപ്പോൾ അതേ 2 ഡിഷസിലേക്കുള്ള ചിക്കനും മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സമയമാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ബട്ടർ ചിക്കനാണ് നമ്മൾ കുറച്ചധികം സമയം വെക്കുന്നത്. ഇത് നമുക്കൊരു 3/4 മണിക്കൂർ മാക്സിമം വെച്ചിരുന്നാൽ തന്നെ മതിയാകും. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ബസ്മതി റൈസ് വെച്ചിട്ടാണ് ബുഹാരി റൈസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. താജ് അൽ ഹിന്ദ് എന്നുള്ള ഈ ഒരു ബ്രാൻഡ് കുറച്ച് എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള ബസ്മതി റൈസ് തന്നെയാണ്. മാത്രമല്ല ബിരിയാണി വെച്ച സമയത്തും അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ച സമയത്ത് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ കുക്ക് ചെയ്തപ്പോൾ. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പം ബുഹാരി റൈസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സെല്ല റൈസൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ കുറച്ച് തിന്നായിട്ടുള്ള എക്സ്ട്രാ ലോങ് റൈസ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ റൈസിൻ്റെ റെസിപ്പി ചെയ്യുന്ന വീഡിയോയിലും പറയാറുണ്ട്, എപ്പോഴും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ക്ലിയർ ആവുന്നവരെ വാഷ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടാണ് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒരു 30 മിനിറ്റൊക്കെ വെക്കേണ്ടത്. പലരും ചെയ്യുന്നൊരു അബദ്ധമാണ്, റൈസ് ആദ്യമേ സോക്ക് ചെയ്തിട്ട് വെക്കും, പിന്നെയാണ് അവർ വാഷ് ചെയ്യുക. അങ്ങനെ ആകുമ്പം റൈസ് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ റൈസിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികൾക്ക് ചെറുതായിട്ട് വിശക്കുന്നതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള കുക്കിങ്ങിലേക്ക് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ബട്ടൂരയിലേക്കുള്ള ഡോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് വെക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗസ്റ്റ് വന്നതിന് ശേഷം ഫ്രൈ ചെയ്താലും മതി. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതും നമ്മുടെ ബട്ടൂരയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ഓൾറെഡി നമ്മൾ വീഡിയോ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിതിൽ അതിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ ആ രണ്ടിൻ്റെയും വീഡിയോ വേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർക്കാം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലേക്കുള്ള നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇത് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇതിലേക്കുള്ള ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ റൈസിലേക്കുള്ള ചിക്കനും ഈ ഒരു സമയത്താണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഗ്രേവി ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട്
ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശത്ത് നമ്മൾ സെയിം ബട്ടർ ചിക്കനിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒത്തിരി അങ്ങനെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പാടില്ല. റൈസിലേക്കുള്ള ചിക്കന് അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് സോഫ്റ്റായിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ അങ്ങനെ ബട്ടർ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബുഹാരി റൈസിലേക്കുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ബുഹാരി റൈസ് ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം, കുറച്ച് ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പം ഒരു 4 ചെറിയ കഷ്ണം പട്ടയും ഒരു 10-11 ഏലക്ക, അതുപോലെ തന്നെ ഒരു 10-11 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ കോൺസ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 2 ടീസ്പൂണോളം ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിന് കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ നന്നാക്കി പേസ്റ്റ് ആക്കി എടുത്തത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അതും നമ്മൾ കളർ മാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ ഒത്തിരി കുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇനിയൊരു സ്റ്റേജിൽ നമ്മളൊരു 3 ഈ ഒരു സൈസിലുള്ള 3 ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ ചേർക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അത് പെട്ടെന്ന് അങ്ങനെ മെൽറ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3 മീഡിയം സൈസായിട്ടുള്ള തക്കാളി എടുത്തിട്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ടെടുക്കുക. അതായത് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കിന്നിങ്ങനെ വിട്ടു പോരും. അങ്ങനെ ആ സ്കിന്ന് മാറ്റിയെടുത്തതിന് ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു 1.5 കപ്പോളം വേണം കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് കപ്പിന് പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പോളം ഉണ്ടത്. ഈ ഒരു ബൗളിന് ഒരു ബൗൾ നിറയുണ്ട്. അപ്പോൾ അതുകൂടെയാണ് നമ്മൾ ഈ ഒരു സമയം ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു ബ്ലാക്ക് ലെമണാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ നമുക്കൊരു 8-10 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു 8-10 പച്ചമുളക് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വന്ന് തുടങ്ങി കേട്ടോ. ഈ ഒരു പരുവത്തിൽ തിളച്ച് വന്ന് തുടങ്ങി. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, സാധാരണ നമ്മൾ ബുഹാരി റൈസിൽ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കപ്സ മസാല പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഏതെങ്കിലും അറബിക് സ്പൈസസ് ആയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അതായത് മന്തി മസാല ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കപ്സ മസാല ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ടേസ്റ്റാണ്. ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിച്ച കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു തക്കാളിയുടെ ഒരു ഗ്രേവി പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർക്കുന്നത് നമ്മളെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഒരു 2-3 പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പരുവാകുമ്പം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെ ഈ ഒരു റൈസ് ചെയ്യാം കേട്ടോ. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ റൈസിന് കുറച്ച് സ്പൈസ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്, അതായത് കുറച്ച് എരിവ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓയിൽ ഒഴിവാക്കിയിട്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചിക്കൻ പീസസ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റ് ചിക്കൻ പീസസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ആ ചേർത്തിട്ടുള്ള ആ തക്കാളിയുടെ ഗ്രേവി ശകലം ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് ഗ്രേവി ഇരിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കപ്പിനാണ് നമ്മൾ റൈസ് അളന്നെടുത്തിട്ടുള്ളത്, 4 കപ്പ് റൈസ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പം 7.5 കപ്പ് വെള്ളമാണ് അതിലേക്ക് എടുക്കുന്നത്. അതായത് ഒരു കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിൽ എടുത്തിട്ട് അതിൽ നിന്നും 1/2 കപ്പ് വെള്ളം കുറക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ഗ്രേവി നമ്മൾ 1.5 കപ്പോളം ഗ്രേവി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ. അത് നിങ്ങൾ മറന്നു പോകരുത്. എപ്പോഴും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെള്ളം എടുക്കുമ്പം ഇതിനകത്തുള്ള ആ ഒരു ഗ്രേവി കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നമ്മളിതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചൂടുള്ള തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 കപ്പ് ബസ്മതി റൈസ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സോക്ക് ചെയ്തിട്ടുള്ള റൈസ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരി കുതിർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ഒരു റൈസ് കുക്കായിട്ട് വരും, അതായത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു റൈസ് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വെച്ചിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റൈസ് കുക്കാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അങ്ങ് വറ്റിപ്പോവും, ചോറ് കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് റൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 പിടി മല്ലിയില അരിഞ്ഞ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏറ്റവും ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ നമ്മുടെ കപ്സ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം കപ്സ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്കുള്ള കപ്സ മസാലയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഒരു ചുവട് കട്ടിയായിട്ടുള്ളൊരു തവ ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ ദം ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാനിപ്പം ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്, പക്ഷേ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. അതായത് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലൊന്നുമല്ല, ഏറ്റവും നമ്മുടെ ഈ ഒരു ഫ്ലെയിമിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ദം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒന്നും ഇട്ടിട്ട് പോകരുത്. കാരണം നമ്മുടെ ചിക്കനൊക്കെ കുക്കായതാണ്. ഇപ്പോൾ ഒരു റൈസ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു റൈസ് മാത്രമേ കുക്കാവാനുള്ളൂ, അത് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ ഒരു റൈസിലേക്കുള്ള സാലഡ്, അതായത് സോസ് രീതിയിൽ നമുക്കതിലേക്ക് ഒഴിക്കാനുള്ളതാണ്, അതുകൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, അതുപോലെ തന്നെ ഒരു സവാളയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അത്, അപ്പോഴേ നമ്മുടെ റൈസ് ഒത്തിരി എരിവുള്ളതല്ലല്ലോ, അപ്പോൾ ഇത് കുറച്ച് എരിവിരുന്നാലാണ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിയിട്ട് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പുളി കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് വിനീഗറാണ്, അതായത് സുർക്കയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള സുർക്കയാണ് കേട്ടോ ഇനി ഒഴിച്ചു കൊടുക്കുന്നത്, നാച്ചുറൽ വൈറ്റ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് അത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒത്തിരി ഒന്നും കളറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതൊരു റെഡ് കളർ കിട്ടാത്തത്, അതല്ലെങ്കിൽ കുറച്ചും കൂടെ റെഡ് കളറായിട്ടുള്ളൊരു സോസ് ആയിരിക്കും അത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബുഹാരി റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ, റൈസും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒത്തിരി അങ്ങ് ഉടച്ച് നമ്മൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു റൈസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗസ്റ്റും എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് ഇക്കാൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെയാണ് അവർ. ഇവിടെ വർക്ക് ചെയ്യുന്നതും എയർ ഇന്ത്യയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇക്കാൻ്റെ ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി ഒരു 1 ഇയർ ആയിട്ട് ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം കൂടെ ലോക്കായത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പോകാൻ ഒരു 1 വീക്ക് മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് റൂമിലേക്ക് ക്ഷണിക്കുന്നത്. 3 മക്കളാണ്, 2 മോന് 1 മോളാണുള്ളത്. പിന്നെ അവർക്കുള്ള ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ബട്ടൂറക്ക് കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഒക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്ന് അങ്ങനെ പരത്തിയെടുക്കുക, ഫ്രൈ ചെയ്തിട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ചപ്പാത്തി പത്തിരി ഒന്നും ചെയ്യുന്ന പോലെ എല്ലാം കൂടെ അങ്ങനെ പരത്തി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ അങ്ങനെ ഒക്കൂലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടി തൂവാതെയാണിത് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ ബട്ടൂര ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പരത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ചെയ്യാൻ. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് നാട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, കാരണം നേരിട്ട് ആദ്യമായിട്ടാണ് അവരുടെ വൈഫിനെ ഞാൻ കാണുന്നത്, ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ അതെടുത്ത സമയത്തൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാ ബട്ടൂര റൊട്ടിയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡിഷസൊക്കെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേബിളിൽ കൊണ്ടുപോയിട്ട് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ക്യാമറ ഉണ്ടാകുമ്പോൾ അവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം അവർ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് യാത്രയായത്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞു. അങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാൻ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്, ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുന്നത്. അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്ത് ഒന്ന് കമിഴ്ത്തി വെക്കും. നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ക്യാബിനറ്റിലേക്കൊക്കെ എടുത്ത് വെക്കാറുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ റൂമിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് തുടച്ചിടുക കൂടെ വേണം. പിന്നീട് സ്റ്റൗവിൻ്റെ ഒരു ഭാഗത്തേക്കൊന്നും ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ച് പോയിട്ടുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയായിട്ട് കിടന്നോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഗസ്റ്റും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.